അനിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ പരിസരത്തും ഇവിടെയുള്ള എല്ലാ വീടുകളിലും പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശാവർക്കൊന്ന് വരുവാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ചെറുക്കുട ജംഗ്ഷനിൽ വരും. പിന്നെ ഇവിടെയുള്ള കഥകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി മാറിയിടാം, തമ്മിൽ തണലായി മാറിയിടാം. പനിയാണോ? എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 2 ദിവസമായി. നല്ല പനിയാണോ? ആശുപത്രി പോയായിരുന്നോ? ആശുപത്രി പോയില്ല. ശ്രീ ചേച്ചി ക്ലോറിനേഷൻ വന്നതാ. വന്നേ, ഒരു കപ്പും എടുത്തോ. എല്ലാവരും ഉണ്ടല്ലോ, മെമ്പറുണ്ട്, ആശാവർക്കറൊക്കെ ഉണ്ടല്ലോ. കപ്പും സ്പൂണും മാത്രം മതിയോ? മതി. പനിയുണ്ട്, 2 പേർക്കും പോയാണ്. പിള്ളേർക്കും പനി, ചേട്ടനും പനിക്കാൻ തുടങ്ങണം. ആശുപത്രി പോകണമെന്ന് ഒത്തിരിയായിരുന്നു. അതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് നന്നായി എന്നോട് ചോദിക്കാലോ, കാര്യങ്ങൾ എന്തൊക്കെയാന്ന്. നാളെ പനിക്കണ്ടോ? നമുക്ക് ആശുപത്രി പോവാട്ടോ. മെമ്പറൊക്കെ വന്നിട്ട് ദിവസം കാണാനായിട്ട് കൊണ്ടുപോകാം. കേട്ടോ, പോവാട്ടോ. തലവേദന എടുക്കുന്നുണ്ടോ? മാറിപ്പോളൂ കേട്ടോ. ഇപ്പോൾ തന്നെ പോകാം ആശുപത്രി കേട്ടോ. ഈ ആശാ വർക്കറൊക്കെ കാണുമെങ്കിൽ അമ്മമാരെ കാണാനായിട്ട് നമുക്ക് അവരോട് പറയാം കേട്ടോ. അവരോടൊന്ന് പോകാൻ പറയാം കേട്ടോ. ഞങ്ങൾ പൊക്കോളാം കേട്ടോ. പനിക്കണുണ്ടോ? പനിയുണ്ടല്ലോ. ഈ മോളെ കാണാൻ എന്തെയാ ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ആശാവർക്കറും നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. പനിക്കണുണ്ടോ? എത്ര ദിവസമായി ചേച്ചി മോൾക്ക് പനി തുടങ്ങിയിട്ട്? 4 ദിവസം. മോക്ക് എന്തൊക്കെയാ ലക്ഷണങ്ങളുള്ളത്? മൂത്രത്തിന് മഞ്ഞനിറമുണ്ട്.
എവിടെയെങ്കിലും ഡോക്ടറെ കണ്ടായിരുന്നോ ഹോസ്പിറ്റലിൽ? കാണിക്കാൻ പോയില്ല. പോയില്ല. കൊച്ചിന്റെ പേരെന്താ? ശ്രവ്യ. വയസ്സ് 10. എന്നാ പനി തുടങ്ങി? 4 ദിവസമായി. ഈ പരിസരത്ത് ആർക്കെങ്കിലും വേറെ പനിയുണ്ടോ? ഇതിലൊക്കെ ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉണ്ട്. ചുറ്റുവട്ടത്തൊക്കെ പനിയുണ്ട്. പനിയുണ്ട്. അപ്പൊ ഇനി താമസിക്കാൻ പറ്റില്ല. എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ രക്തപരിശോധന നടത്തണം. എന്നാലാണ് എന്തിന്റെ ലക്ഷണമായിരുന്നു പനി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഏത് രോഗത്തിനും പനി ലക്ഷണമായിട്ട് വരാം. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഏത് അസുഖമാണ് ബാധിച്ചിട്ടുള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയും വെച്ച് താമസിപ്പിക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഇപ്പൊ വണ്ടി വിളിക്കാൻ പറ്റുമോ? അപ്പൊ വണ്ടി വിളിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാം. നമസ്കാരം, എൻ്റെ പേര് അരു. ഞാൻ പാമ്പാക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ മഴക്കാലമായതിനു ശേഷം നമ്മുടെ പ്രദേശത്ത് ഒരുപാട് അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കുന്നുണ്ട്. നിരവധി